മോഹൻജി നേരിട്ട് ആദ്യമായിട്ടാണോ? ആദ്യമായിട്ടാണ്. അനവധി വ്യക്തിപരമായിട്ട് നേരിട്ടല്ലാതെ വളരെ അടുപ്പം മാനസികമായിട്ടുണ്ട്. വർഷങ്ങളായിട്ട് ഞങ്ങൾ സംസാരിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് അങ്ങനെയുള്ള കാര്യം. അത് പൊതുപ്രവർത്തന രംഗത്ത് കാലഘട്ടം മുതൽ എനിക്ക് ഓർമ്മ വന്നു മുതൽ ഞാനങ്ങനെ കാലത്തും തന്നെ അടുത്ത് എന്താ പറയുക, അടുത്ത് സമാഗമിക്കാൻ ഈ വള്ളിയൂർ മുറ്റമാണ്. എനിക്കിവിടെ ഒരു വലിയ പ്രത്യേകത കൂടെ ഉണ്ടായിരുന്ന സമയത്തെ ഇവിടെ യാദൃശ്യമായിട്ട് വരാനിടയായി. ഉച്ച സമയത്താണ് അന്ന് ഈ ബിൽഡിംഗ് പഴയ വീടാണ്. ആ പഴയ വീടിന്റെ തിണ്ണലിരുന്ന് അദ്ദേഹവും ഞാനും ഒരുമിച്ചിരുന്ന് അദ്ദേഹത്തിന്റെ അന്തർജനം ഭക്ഷണം ഉച്ചയ്ക്ക് ഊണ് കിടന്ന് തന്നെ കഴിക്കാനുള്ള ഭാഗ്യമുണ്ടായി. എല്ലാവരും ഭക്ഷണം കൊടുക്കുമായിരുന്നു. അല്ല അദ്ദേഹത്തോടൊപ്പം ഇരുന്ന് കഴിക്കാനുള്ള ഭാഗ്യം കൂടെ എനിക്ക് കിട്ടിയ ഒരാളാണ്. അപ്പോൾ അത് ഭഗവാന്റെ അനുഗ്രഹം കൊണ്ടായിരിക്കാം തീർച്ചയായും. അത് ഞാൻ പലവട്ടം സന്തോഷത്തോടെ ഞാൻ പറഞ്ഞു കഴിഞ്ഞു. ശ്രീരാമചന്ദ്രൻ അദ്ദേഹത്തിന്റെ ഇതിൽ നിന്ന് ഞാൻ അറിഞ്ഞപ്പോൾ ഇത് വരും തലമുറയ്ക്ക്, നമുക്ക് തലമുറകളായി ശോഷിച്ചു വന്ന ആ മൂല്യച്ചുതിക്ക് പരിഹാരം എന്നുള്ള സ്ഥിതിക്ക് അപ്പം അങ്ങേപ്പോലുള്ള ആളുകൾ ഇത് ശ്രീരാമ സിദ്ധാന്തത്തെ കുറിച്ച് വർണ്ണിക്കുമ്പോൾ അത് വരും തലമുറയ്ക്ക് തികച്ചും ഒരു പ്രാവർത്തികമാകുന്ന വിഷയം തന്നെയാണ്. ആ പ്രണവവേദം ഒരു യജ്ഞമായിട്ട് തന്നെ നടത്താൻ പറ്റുന്ന അതിന് ദൈവം അനുഗ്രഹിക്കാൻ തീർച്ചയായും എന്ന് പറഞ്ഞതുപോലെ സാധിക്കും എന്നാണ് വിശ്വാസം.